ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷട്ടില ഏകാദശിയാണ് 2025 ജാനുവരി 25 ശനിയാഴ്ച. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ജാനുവരി 24 രാത്രി 7:25 മുതൽ 2025 ജാനുവരി 25 രാത്രി 8:31 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ആ പുണ്യമായ ദിവസം, അതായത് 2025 ജാനുവരി 25 ശനിയാഴ്ച ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നു. ഈ ഏകാദശിക്ക് ഷട്ടില ഏകാദശി എന്നാണ് പറയുന്നത്. ഏകാദശിയെപ്പറ്റി വിശദമായ വീഡിയോ മുമ്പിട്ടിരുന്നു. ഏകാദശിയുടെ വ്രതകഥയും ഏകാദശിയുടെ അനുഷ്ഠാന രീതികളുമൊക്കെ ആ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ഏകാദശിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഷട്ടില ഏകാദശി ആയതുകൊണ്ട് എള്ളുകൊണ്ടുള്ള നൈവേദ്യങ്ങളെ പറ്റിയും അതുപോലെ എള്ളുപയോഗിക്കേണ്ടതിനെ പറ്റിയുമൊക്കെ വളരെ വിശദമായി തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകാദശി ദിവസം ഏകാദശിയുടെ വ്രതകഥ നിർബന്ധമായും കേൾക്കണം. വ്രതകഥ കേട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ. വ്രതകഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മഹത്വമെന്ന് ഭഗവാൻ പലതവണ അർജുനനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏകാദശിയുടെ വ്രതകഥ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏകാദശിയുടെ പാരണാ സമയവും ഹരിവാസര സമയവുമാണ്. പാരണ എന്നാൽ ഏകാദശി വീടുക എന്നുള്ളതാണ്. അതായത് ഏകാദശി അവസാനിപ്പിക്കുക. ഏകാദശി അവസാനിപ്പിക്കുന്നത് ഒരു പ്രത്യേക സമയത്താണ്. അത് ഓരോ സ്ഥലങ്ങളിലും അത് വ്യത്യാസമുണ്ട്. ആ സ്ഥലങ്ങളെ പറ്റിയിട്ടാണ്, ആ സമയത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് നമ്മൾ നാമം ജപിക്കുക, വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഭഗവാനെ വഴിപാടുകൾ സമർപ്പിക്കാൻ സാധിക്കുന്നെങ്കിൽ സമർപ്പിക്കുക. അതല്ലെങ്കിൽ ഒരു പഴമെങ്കിലും സമർപ്പിക്കുക. കിണ്ടിയിൽ ജലം വെക്കുക, അത് തീർത്ഥമായി സേവിച്ച് വഴിപാടുകൾ ഭക്ഷിച്ചുകൊണ്ട് നാമം ജപിച്ച് ഏകാദശി വ്രതം അവിടുന്ന് സ്വീകരിക്കണമേ, തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ തുളസി തീർത്ഥം കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ചിലർ അരിയിട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണോ നമ്മൾ ശീലിച്ചിരിക്കുന്നത് അതേപോലെ ചെയ്യുക. അതല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി ആ സമയത്ത് തീർത്ഥം കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. ഇനി ഈ സമയത്ത് നമ്മുടെ ജോലി സ്ഥലത്താണ്, അതല്ലെങ്കിൽ പാരണാസമയം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതിനു മുമ്പ് തന്നെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. തീർത്ഥം ഒരു ചെറിയ പാത്രത്തിലാക്കി നമുക്ക് കയ്യിലെടുക്കാം. ഒരു പഴമോ മറ്റോ നമ്മുടെ കയ്യിലെടുക്കാം. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത്. പീരീഡ്സ്, പുല, ബാലായ്മ അങ്ങനെയുള്ളവർ കുളിച്ച് ഈ സമയത്ത് നമ്മുടെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ വ്രതം അവസാനിപ്പിക്കണം. ഏകാദശി വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം, അതായത് ജാനുവരി 26 അന്നും കൂടെ ശുദ്ധമായ ആഹാരത്തിലിരിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതായത് വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഇനി നമുക്ക് പാരണാസമയം പറയാം. കേരളത്തിലെ പാരണാസമയം ജാനുവരി 26 രാവിലെ 6:43 മുതൽ 10:37 വരെയാണ്. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലങ്ങളിലും പാരണ വീടുന്നത് ജാനുവരി 26 രാവിലെ തന്നെയാണ്. സമയങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. കേരളത്തിൽ 26 രാവിലെ 6:43 മുതൽ 10:37 വരെയാണ്. തമിഴ്നാട് രാവിലെ 6:36 മുതൽ 10:25 വരെ. കർണാടക 6:56 മുതൽ 10:46 വരെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേച്ചി കർണാടക ഷിമോഗയിലെ സമയം ചോദിച്ചിരുന്നു. അവിടെയും ഇത് തന്നെയാണ്, 6:56 മുതൽ 10:46 വരെ. ആന്ധ്രാപ്രദേശ് 6:40 മുതൽ 10:30 വരെ. തെലുങ്കാന 6:49 മുതൽ 10:36 വരെ. ഒറീസ 6:24 മുതൽ 10:08 വരെ. ഗോവ 7:05 മുതൽ 10:53 വരെ. മഹാരാഷ്ട്ര 7:14 മുതൽ 10:58 വരെ.
മധ്യപ്രദേശ് 7:02 മുതൽ 10:43 വരെ. ഗുജറാത്ത് 7:31 മുതൽ 11:12 വരെ. പഞ്ചാബ് 7:27 മുതൽ 10:58 വരെ. ഡൽഹി 7:12 മുതൽ 10:47 വരെ. ഹരിയാന 7:18 മുതൽ 10:50 വരെ. ജാർഖണ്ഡ് 6:31 മുതൽ 10:11 വരെ. ആസാം 6:10 മുതൽ 9:47 വരെ. ലക്നൗ 6:54 മുതൽ 10:31 വരെ. രാജസ്ഥാൻ 7:15 മുതൽ 10:51 വരെ. ഛത്തീസ്ഗഡ് 6:42 മുതൽ 10:25 വരെ. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:44 മുതൽ 9:36 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഭാരതത്തിലെ സ്ഥലങ്ങളിൽ ഏകാദശി പാരണ വീടുന്നത് പറയുന്നത്. ഇനി ഏതെങ്കിലും സ്ഥലത്തെ ആളുകൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഇതുകൂടാതെ മറ്റേതെങ്കിലും സ്ഥലത്തെ ആളുകൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടൂ. ആ സമയം ഞാൻ ആ കമൻറ്റിന് മറുപടിയായിട്ട് തരുന്നതായിരിക്കും. അതുപോലെ അടുത്ത ഏകാദശിയുടെ വീഡിയോ മുതൽ ആ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്താം. കുവൈറ്റ് 6:40 മുതൽ 10:14 വരെ. ദുബായ് 7:04 മുതൽ 10:43 വരെ. ദോഹ 6:19 മുതൽ 9:57 വരെ. ബഹ്റിൻ 6:25 മുതൽ 10:02 വരെ. സൗദി അറേബ്യ 6:37 മുതൽ 10:16 വരെ. ഷാർജ 7:04 മുതൽ 10:42 വരെ. അബുദാബി 7:07 മുതൽ 10:46 വരെ. ഒമാൻ 6:49 മുതൽ 10:29 വരെ. ഇനി അമേരിക്കയിൽ 7:19 മുതൽ 10:24 വരെ. ജോർദാൻ 7:33 മുതൽ 11:04 വരെ. ഓസ്ട്രേലിയ 8:07 മുതൽ 10:56 വരെ. UK 7:47 മുതൽ 10:44 വരെ. സിംഗപ്പൂർ 7:15 മുതൽ 11:17 വരെ. സാംബിയ 5:54 മുതൽ 10:11 വരെ. ന്യൂസിലാൻഡ് 10:07 മുതൽ 11:08 വരെ. മാലിദ്വീപ്സ് 6:21 മുതൽ 10:19 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 7:51 മുതൽ 9:41 വരെ. അർമേനിയ 8:16 മുതൽ 11:25 വരെ. കാനഡ 7:30 മുതൽ 10:24 വരെ. ചൈന 6:55 മുതൽ 10:29 വരെ. ഇസ്രായേൽ 6:36 മുതൽ 10:06 വരെ. സൗത്ത് ആഫ്രിക്ക 6:02 മുതൽ 10:40 വരെ. ജർമ്മനി 7:57 മുതൽ 10:52 വരെ. ജപ്പാൻ 6:46 മുതൽ 10:11 വരെ. ഡെൻമാർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയ 5:24 മുതൽ 10:03 വരെ. മലേഷ്യ 7:27 മുതൽ 11:26 വരെ. റഷ്യ 8:34 മുതൽ 11:20 വരെ. ലിബിയ 8:06 മുതൽ 11:35 വരെ. നൈജീരിയ 6:51 മുതൽ 10:46 വരെ. സ്വീഡൻ 8:11 മുതൽ 10:44 വരെ. പുതുച്ചേരി 6:36 മുതൽ 10:28 വരെ. ഇറ്റലി 7:28 മുതൽ 10:45 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സാധാരണയായി പറയുന്നത്. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ഭരണാസമയം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ. ഞാനത് നോക്കി പറഞ്ഞു തരാം കമൻറ്റിന് മറുപടിയായിട്ട്. അതുപോലെ അടുത്ത ഏകാദശി മുതൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഇനി ഹരിവാസര സമയം. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കാണപ്പെടുന്ന സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാൻ എപ്പോഴും ഭൂമിയിലില്ലേ എന്ന്. പക്ഷേ ഏറ്റവും പുണ്യമായ സമയമാണ് ഹരിവാസര സമയം ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് നാമജപം നടത്തുന്നത് വളരെയധികം വിശേഷമാണ്. ഉപവസിച്ച് നാമജപം നടത്തണമെന്നാണ്
പുരാണങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഏകാദശിക്ക് ഉപവസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അത് വിഷയമില്ല. അതല്ല, മരുന്നൊക്കെ കഴിച്ച് ഇരിക്കുന്ന ആളുകൾ, ആഹാരം കഴിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഏകാദശി ഭക്ഷണം ആ സമയം കഴിക്കാം. അത് ദോഷമില്ല. ജലം കുടിക്കാം. കാരണം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം നമ്മൾ വ്രതം എടുക്കുന്നതിനായിട്ട്. അതുകൊണ്ട് ഏകാദശി ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ട് ഹരിവാസര സമയം നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല, ഉപവസിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ ഉപവസിക്കാം. നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുക. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി സമയം ഈ സമയം നാമജപത്തിനായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഹരിവാസര സമയം എന്ന് പറയുന്നത് ജാനുവരി 25-ാം തീയതി പകൽ 2:15 മുതൽ രാത്രി 2:36 വരെയാണ്. ഈ സമയം നാമജപത്തിനായി ഉപയോഗിക്കുക. പരമാവധി സമയം നാമം ജപിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം, നാരായണ നാമം, ഇതൊക്കെ നമുക്ക് ഈ സമയങ്ങളിൽ ജപിക്കാം. ഭാഗവതം വായിക്കാം. ഭാഗവതത്തിലെ കഥകളൊക്കെ പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാഭാഗങ്ങളൊക്കെ എടുത്ത് കേൾക്കാം. ഭഗവാന്റെ രാസക്രീഡ കേൾക്കാം. അത് വളരെ നല്ലതാണ്. കുടുംബജീവിതം നയിക്കുന്ന ആളുകളൊക്കെ രാസക്രീഡ കഥ കേട്ട്, അതല്ലെങ്കിൽ ഭാഗവതത്തിലെ രാസക്രീഡാ ഭാഗം വായിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭഗവാന്റെ തിരുജനനം, സ്വർഗാരോഹണത്തിന് മുമ്പായി ഭഗവാൻ ഉദ്ധവർക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ കുചേല സൽഗതി, ഇങ്ങനെ ധാരാളം ഭാഗങ്ങൾ ഉണ്ട്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുത്തു വെച്ച് കേൾക്കാം. അതുപോലെ ഏകാദശിയുടെ വ്രതകഥ, അത് നിർബന്ധമായും ഏകാദശി ദിവസം കേൾക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 വീഡിയോയും ഒന്നും കൂടെ കേട്ട് മനസ്സിലാക്കി നിങ്ങൾ അതേ രീതിയിൽ പ്രാർത്ഥിക്കുക. ഏകാദശി വ്രതം എടുക്കുക. പരമമായ ആ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഏകാദശി വ്രതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഏകാദശിയാണെന്നാണ് ഭാഗവതം പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.